കേസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിലും പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ പ്രതിക്ക് ഈ കേസിൽ പങ്കുള്ളതായിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഈ കേസിൽ വേറെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ, എന്തിനാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കുന്നതായിരിക്കും. ഈ കുടുംബത്തിന് ഒരു ആത്മീയ ആചാര്യനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൽ ഏതെങ്കിലും പങ്കുള്ളതായിട്ട് ഇതിനോടകം ബോധ്യമായിട്ടുണ്ട്? അല്ല, അത് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാവണമെങ്കിൽ കുറച്ച് സയൻറ്റിഫിക് എക്സാമിനേഷൻ കൂടി ആവശ്യമുണ്ട്. ഇതിന് മൊബൈൽ ഫോൺ സീസ് ചെയ്തിട്ടുണ്ട്, പിന്നെ സാഹചര്യ തെളിവുകൾ കുറച്ചുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും. ഈ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കുന്നില്ല. സഹോദരിയോടെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമാണോ ദൈവം ദിനക്കിണറ്റിലിടാൻ കാരണം? സാധാരണഗതിയിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ കാരണം വ്യക്തമാക്കേണ്ടതാണ്. ഇതുവരെ അങ്ങനെ ഒഫീഷ്യലായി എന്താണ് കാരണമെന്ന് ആരും പറയുന്നില്ല. അല്ല, അത് പ്രതി പറയുന്ന കാരണം അതേപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല, പോലീസ് അറസ്റ്റ് ചെയ്തത് കൃത്യമായി കാരണം കണ്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. കുറ്റം ചെയ്തതായി ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണങ്ങളും മറ്റേതിൻ്റെ മോട്ടീവ്സ്, ഇന്റൻഷൻ, ഈ കാരണങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ചില കാര്യങ്ങളുണ്ടായിരുന്നല്ലോ വീട്ടില്, കട്ടിൽ കത്തിയിരുന്നു, അതോടൊപ്പം തന്നെ കയറ് കുരുക്കിട്ട നിലയിലൊക്കെ കണ്ടെത്തുന്നത്, അതൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണോ, അത് മറ്റെന്തെങ്കിലും? അതെല്ലാം പ്രതി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടുതൽ അന്വേഷണം നടത്തി അയാൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതയുണ്ടോ, അത് ശരിയാണെന്നുള്ള പരിശോധിച്ച് അതങ്ങനെ പറയാറായിട്ടില്ല. അത് വിശദമായിട്ട് അന്വേഷിച്ച് മാത്രമേ പറയാനുള്ളൂ. ഈ കുട്ടിയെ കൊണ്ട് കെട്ടിലിട്ടതിന് ശേഷമാണോ കത്തിച്ചത്? അല്ല, ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു പ്രതി പറഞ്ഞ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ കൂടുതൽ വസ്തുക്കൾക്ക് വിധേയമായി കൊണ്ട് തന്നെ തെളിവുകൾ കൂടുതൽ കമ്പയർ ചെയ്തിട്ട്, അതായത് പ്രതി ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണതോതിൽ പോലീസ് വിശ്വസിക്കുന്നില്ല, അത് കറക്റ്റാണോ എന്ന് അന്വേഷിക്കാതെ അത് നമ്മൾ മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്ക് അല്ല, അങ്ങനൊന്നും പറയാറായിട്ടില്ല. 2 ദിവസം അന്വേഷണം നടത്തട്ടെ, ബാക്കി കുറേ കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടല്ലോ. ഈ ആചാര്യനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? ഇത് ആരാണ്, എന്താണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ കുറിച്ച് എല്ലാം സൂചനയുണ്ട്. അത് കൂടുതൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ശരി ശരി ശരി.